നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ ശരീരഭാരം കുറയ്ക്കുമ്പം, അതായത് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പം നമ്മുടെ ബോഡിയിലുള്ള കൊഴുപ്പ് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നത്? ഈ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. നമ്മളിപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ നിന്ന് കൊഴുപ്പ് നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഏത് വിധത്തിലാണത് ലോസ് ആവുന്നതെന്ന്? ശരിക്കും കൊഴുപ്പെന്ന് പറയുന്നത് മൃദുലമായ ഒന്നല്ല. അതെന്ന് പറയുമ്പോൾ ഫുൾ ഓഫ് പവർഫുൾ മോളിക്യൂൾസ് ആണ്, ലിപ്പിഡ്സ് എന്നാണ് അതിനെ പറയുക. അതായത് എനർജി ബോൾസ് ആയിട്ടുള്ള ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, ഈ മോളിക്യൂൾസ് എല്ലാം കൂടിയ ഒരു ലിപ്പിഡാണ് ശരിക്കും പറഞ്ഞാൽ കൊഴുപ്പെന്ന് പറയുന്നത്. നമ്മൾ ത്രെഡ്മിൽ ചെയ്യുമ്പം, അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഓടിയിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പ്രഷറൈസ് ബോഡിക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലുള്ള കൊഴുപ്പ് എങ്ങോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ നമുക്കത് ബേൺ ആവുന്ന ഒരു ഇത് ഫീൽ ചെയ്യും. പക്ഷെ അത് എങ്ങനെയാണ് ബോഡിയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നതെന്ന് നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമായിരിക്കും. ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ ഒരു സർവേയിൽ ഭൂരിഭാഗം ഹെൽത്ത് പ്രൊഫഷണൽസും പറയുന്നത് എനർജി മാസ്സായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ കെമിസ്ട്രി അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത് വെച്ചെങ്കിൽ ഒരു മാസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഒരു പ്രതിപ്രവർത്തനത്തിൻ്റെ തുടക്കത്തിലും അവസാനത്തിലും സെയിം മാസ് തന്നെ ആയിരിക്കും. അതായത് നമ്മുടെ ഫാറ്റ് അവിടെ നശിപ്പിക്കപ്പെടുകയല്ല ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ട്രാൻസ്ഫോം ചെയ്യുന്ന ഫോമിലോട്ടാണ് ഫാറ്റ് കൺവേർട്ട് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ സൗത്ത് വെയിൽസിലെ ബയോളജിസ്റ്റ് ഈച്ച് മോളിക്യൂൾസിനെ ട്രാക്ക് ഔട്ട് ചെയ്തപ്പം അവർ കണ്ടുപിടിച്ചെന്ന് വെച്ചെങ്കിൽ 10 കിലോ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് ബോഡിയിൽ നിന്ന് പോകണമെങ്കിൽ അവിടെ 29 കിലോ ഓക്സിജൻ്റെ ആവശ്യമുണ്ട്. അതായത് 28 കിലോ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എക്സൈൽ ചെയ്യുമ്പം, പിന്നെ 11 കിലോ ഓഫ് വാട്ടർ, അതായത് നമ്മൾ യൂറിനേറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ സ്വെറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ക്രൈ ഔട്ട് ചെയ്യുമ്പോൾ, അതായത് മോർ ദാൻ 80% ഓഫ് ഫാറ്റ് നമ്മുടെ ബോഡിയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നത് ലങ്സിലൂടെയാണ്. സോ ഹിയർ വി ആർ കമ്മിങ് ടു എൻ കൺക്ലൂഷൻ. നമ്മൾ വർക്കൗട്ടിൻ്റെ സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പം ലിറ്ററലി വി ആർ പഫിങ് ഔട്ട് ഫാറ്റ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഒന്നും മനസ്സിലാകാത്തൊരു രീതിയായിരിക്കും. പക്ഷേ നമ്മുടെ ബോഡിയിൽ നിന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 80% ഫാറ്റും നമ്മുടെ ബോഡിയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നത് ലങ്സിലൂടെയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്, നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ, അതായത് എക്സൈൽ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് ഫാറ്റ് മോളിക്യൂൾസ് പുറന്തള്ളപ്പെടുന്നുണ്ട്. സോ ദിസ് സൗണ്ട്സ് ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഇങ്ങനത്തെ എന്തെങ്കിലും ഹെൽത്ത് മിത്സിനെ പറ്റി കൂടുതലായിട്ട് അറിയണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.